കടങ്ങോട് പഞ്ചായത്തിലെ ചിറമ്മനേങ്ങാട് കണലിപ്പാറ പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. പടക്ക കടകളിൽ നിന്നും ഒഴിവാക്കുന്ന ഗുണ്ട ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് കഴിഞ്ഞ ദിവസം രാത്രി ജനവാസ കേന്ദ്രത്തിന് സമീപം കൂട്ടിയിട്ട് കത്തിച്ചത്. ശബ്ദം രൂക്ഷമായ പുകയും ഉയർന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തി കത്തിക്കുന്നത് തടഞ്ഞു. കുന്നംകുളം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പടക്ക വിൽപ്പന കമ്പനിയുടെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന് ഗോഡൌൺ നിർമ്മിക്കുന്നുവെന്ന പരാതി നിലനിൽക്കുന്ന സ്ഥലത്താണ് വെടിക്കെട്ട് സാമഗ്രികൾ കത്തിച്ചത്. ഇത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കി. ഇന്നിപ്പോ ഇവിടെ കുറച്ച് സ്ഫോടക വസ്തുക്കൾ അവരുടെ എക്സ്പയറി ഉള്ള കുറച്ച് സ്ഫോടക വസ്തുക്കൾ വന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിന് ചുറ്റുവട്ടത്ത് ഇതിന്റെ ഒരു 50 മീറ്ററിന് ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകളുണ്ട്. അവർക്കൊക്കെ ഇതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതാ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെ എതിർത്തത്. ഈ ചുറ്റുവട്ടത്ത് ഇവിടെ 50 മീറ്ററിൻ്റെ ചുറ്റുവട്ടത്ത് 10-20 വീടുകളുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംരംഭം വരാൻ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ അന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്തത്. അന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയത്. പക്ഷേ ഇന്ന് അതിന് വിപരീതമായിട്ട് കുറച്ച് പഴയതായിട്ടുള്ള കുറേ സ്ഫോടക വസ്തുക്കൾ, അതായത് പടക്കം ഇവിടെ ഒന്ന് പൊട്ടിച്ചു വരും. കുട്ടികൾ നടന്നു പോകുന്ന വഴിക്ക് സമീപം ഗുണ്ട ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പരന്നു കിടക്കുകയാണ്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കണലിപ്പാറയിൽ പടക്ക സംഭരണശാലയ്ക്ക് ഗോഡൌൺ നിർമ്മിക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരുന്നു. ജനവാസ കേന്ദ്രത്തിലെ പടക്ക സംഭരണശാലയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.